വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഇറ്റ്സ് ഹാപ്പനിങ്. അങ്ങനത്തെ ഒരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. നിക്കോ വില്യംസ് ടു ബാഴ്സ. അല്ലറ ചില്ലറ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത റൂമറൊന്നുമല്ല. റിലയബിൾ ആയിട്ടുള്ള പല ആൾക്കാരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിക്കോ ഇങ്ങനെ ഒരു താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല. സോ എവറിത്തിങ് ഈസ് കോൺക്രീറ്റ്. കഴിഞ്ഞൊരു സമ്മറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നിക്കോൻ്റെ പിന്നാലെ കുറച്ച് പോയതാണ്. പക്ഷേ നിക്കോ ഇങ്ങോട്ടൊരു താല്പര്യം കാണിച്ചില്ല. അല്ലെങ്കിൽ തന്നെ നിക്കോൻ്റെ ഏജൻറ്റിനോടാണെങ്കിലും നിക്കോൻ്റെ ക്ലബിനോടാണെങ്കിലൊക്കെ നെഗോസിയേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ബാസ് ക്ലബ്സിനോടാണെങ്കിലും ഈ നിക്കോൻ്റെ പ്ലെയറിൻ്റെ ഏജൻറ്റിനോടാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഒരു ടീമും ഒരു പരിധി വിട്ടൊന്നും നെഗോഷിയേറ്റ് ചെയ്യൂല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേൺ കാര്യമായിട്ട് നിക്കോൻ്റെ ഡീല് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ബയേണിനോട് ആൾ ചോദിക്കുന്ന സാലറി 20 million ആണെന്നാണ് കേട്ടത്. അപ്പോൾ ഇതന്നെ ഞാൻ അയച്ചു കൊടുത്ത ബാഴ്സ ഫാൻസിനോടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാമായിരുന്നു. 20 million ഒക്കെ ചോദിക്കുന്നത്. അപ്പം ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ട് നമുക്ക് ഈ സീസണിൽ നിക്കോനെ കൂടെ കൊണ്ടുവരാം, നിക്കോനെ കൂടുന്ന ലെഫ്റ്റ് വിങ് സെറ്റാക്കാം. അപ്പോൾ ഇതും കൂടെ കണ്ടതോടെ നമ്മൾ ആ പ്രതീക്ഷ കംപ്ലീറ്റ്ലി കുഴിച്ചു മൂടിയതാണ്. ഞാൻ കഴിഞ്ഞ സീസണിൽ കുഴിച്ചു മൂടിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോ ഒന്ന് സെറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം ഈ ഒരു 20 million കേസൊക്കെ വന്നതോടെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളടുത്ത് വരികയാണെങ്കിലും 20 million ചോദിക്കും. നമ്മൾ എവിടുന്ന് 20 million എടുത്തു കൊടുക്കും? സോ ഒരു വഴിയുമില്ല നമുക്ക് 20 million ഒന്നും കൊടുക്കാൻ. അപ്പം നിക്കോ ഇനി എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല. ഇനിയിപ്പോൾ അവസാനം ആർക്കെങ്കിലും ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതും കൂടെ മയ്യത്ത് അടക്കിയേക്കെന്ന് പറഞ്ഞിട്ട് ആ പ്രതീക്ഷയൊക്കെ കട്ട് ചെയ്താണ്. അവിടെ നിന്നാണ് ഇന്നലെ രാത്രി ആ വാർത്ത വരുന്നത്. നിക്കോൻ്റെ ഏജൻറ്റ് ബാഴ്സയുമായിട്ട് ഡിസ്കഷൻസ് നടത്തി എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ നിക്കോൻ്റെ പിന്നാലെ പോയതെങ്കിൽ ഈ ഒരു സീസണിൽ അങ്ങനെയല്ല. പ്ലെയറാണ് ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. എനിക്ക് ബാഴ്സയിലേക്ക് വരണം. അപ്പോൾ എൻ്റെ ഏജൻറ്റ് അതിൻ്റെ കാര്യങ്ങൾ ബാഴ്സയോട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആളുടെ ഏജൻറ്റ് വന്നിട്ട് ബാഴ്സയുടെ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതൊരു ബിഗ് ന്യൂസാണ് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം. നിക്കോനെ പോലൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൾ യങ് ആണ്, ഇനിയും ഒരുപാട് പോളിഷ് ചെയ്യപ്പെടേണ്ട പ്ലെയറാണ്, ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. ഇപ്പോൾ ബാഴ്സൻ്റെ കാര്യത്തിൽ റൈറ്റ് വിങ്ങിൽ യമാൽ, ലെഫ്റ്റ് വിങ്ങിൽ നിക്കോ, ഈ രണ്ടാളും ഗോൾ അടിച്ചിട്ട് ക്യാമ്പ് നൗവിൽ ഒരു ഡാൻസ് കളിക്കുന്നത് കാണാൻ ഏത് ബാഴ്സ ഫാനിന് ആഗ്രഹമില്ലാത്തത്? ആ കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഇവിടെ പ്ലെയർ ഇനീഷ്യേറ്റീവ് എടുത്ത സ്ഥിതിക്ക് ഈ ഒരു ഡീല് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രതീക്ഷ കയറ്റി വെക്കില്ല, എന്നാലും എനിക്ക് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവസാനം ഈ ഡീല് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലപ്പോർട്ട നേരിട്ട് രംഗത്തിറങ്ങും എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ ഈ ഒരു സമ്മറിൽ ഡീല് ഈ ഒരു ഘട്ടം വരെ എത്തിയ സ്ഥിതിക്ക്, പ്ലെയർ ഇനീഷ്യേറ്റീവ് എടുത്ത സ്ഥിതിക്ക് ലപ്പോർട്ട തന്നെ ഇടപെട്ടിട്ട് ഈ ഒരു ഡീല് കൊളാപ്സ് ആവാതെ വൃത്തിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് പ്ലെയറെ ബാഴ്സ ജേഴ്സി അണിയിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബയേണിൻ്റെ അടുത്ത ആൾ 20 million ആക്കിയ സാലറി ചോദിച്ചത്. 20 million per year, അതൊരു ഹ്യൂജ് സാലറിയാണ്. പക്ഷേ ബാഴ്സൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വെറും 12 million per year ആണ്. വെറും 12 million. അവിടെ 20, ഇവിടെ 12, 8 million കുറവ്. സോ പ്ലെയർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ഫ്ലിക്കിൻ്റെ ബാഴ്സയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ ആക്സിലറേറ്റ് ചെയ്യുന്ന രീതിക്ക് മറ്റൊരു ന്യൂസും കൂടി പുറത്തു വന്നു. ഫ്ലിക്ക് നേരിട്ട് പ്ലെയർ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൊജക്റ്റിൽ പ്ലെയറെ സ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലപ്പോർട്ട പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും, ക്ലിയർ ആയിരിക്കും, സെറ്റ് ആയിരിക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഹാപ്പനിങ്. എനിക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഈ സമ്മറിൽ നടക്കുന്നുള്ള ഫീൽ ഇപ്പം നല്ലോണം ഉണ്ട്. സീരിയസ്ലി എനിക്ക് നല്ലോണം ഉണ്ട്. നടക്കണം. അത് നമുക്ക് ടാക്ടിക്കൽ വൈസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ വൈസ് ആണെങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഡീലാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ വൈസ് നോക്കുകയാണെങ്കിൽ ജേഴ്സി സെയിൽസ് വരും, സ്വാഭാവികമായിട്ടും കൂടുതൽ ഫാൻസ് കളി കാണാൻ വരും. ഒരു ടിക്കറ്റ് സെല്ലിംഗ് ടൈപ്പ് പ്ലെയർ ആണല്ലോ നിക്കോ എന്ന് പറയുന്നത്. എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ടാക്ടിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇപ്പം നമ്മൾ യമാലിനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ ഒരു ഡയറക്റ്റ് ത്രെറ്റ് ഓപ്പണൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ പലപ്പോഴും ഇല്ല. ഡയറക്റ്റായിട്ട് പോയിട്ട് ഓപ്പോണൻസിനെ ടേക്ക് ഓൺ ചെയ്തിട്ട്, അറിയാലോ ഇപ്പം ഇൻ്റർ മാച്ചിലൊക്കെ യമാൽ എന്താണോ ചെയ്തിട്ടുള്ളത് അത് ചെയ്യാൻ യമാലിനെ കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറൊരു പ്ലെയർ ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് യമാലിനെ പോലെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നതെന്നല്ല, പക്ഷെ അതേ സ്വഭാവമുള്ള ടേക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോപ്പർ വിങ്ങർ,
ഡ്രിബിളൊക്കെ ചെയ്ത് ഇൻസൈഡിലേക്ക് കട്ട് ചെയ്തിട്ട് കിടിലൻ ഷോട്ട്സ് അടിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ഗോൾ ത്രെറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്പണൻറ്റ് വിങ് ബാക്കുകളെ വിറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർ വിങ്ങറെ, ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറെ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് തകർക്കും. ഈ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ തകർക്കും, ഇത് ഉറപ്പാണ്. യമാൽ, നിക്കോ, കോംബ. സ്പെയിനിലൊക്കെ എത്ര ഡൈനാമിക് ആണെന്നറിയാം. ഈ രണ്ടാളും രണ്ട് വിങ്ങിൽ കളിക്കുന്ന സമയത്ത് എത്ര ഡൈനാമിക് ആണെന്നറിയാം. എത്ര ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു, അവർ ഓപ്പണൻറ്റ് വിങ് ബാക്കുകൾക്ക് എത്ര തലവേദന കൊടുക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. സോ ആ സെയിം സാധനമാണ് നമുക്ക് ബാഴ്സയിൽ കിട്ടേണ്ടത്. 23 വയസ്സുള്ള നിക്കോ വില്യംസ് വന്നു കഴിഞ്ഞാൽ നിക്കോ വില്യംസിനെ നമുക്ക് ഇനിയും തേച്ചു മിനുക്കിയിട്ട് ഇനിയും ബെറ്റർ പ്ലെയർ ആക്കാൻ വേണ്ടി പറ്റും. അറിയാലോ, ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ റഫീഞ്ഞക്ക് വന്നിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കേ. റഫീഞ്ഞനെ ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് നിക്കോനെ എന്താ പറയുക, ഒരു മോൺസ്റ്റർ ആക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള മാനേജറാണ് ഹാൻസി ഫ്ലിക്ക്. അതാണ് ഇപ്പോൾ ടാക്ടിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ഡയറക്റ്റ് ത്രെറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രണ്ട് ഡെഡ്ലി വിങ്ങേഴ്സായി. അപ്പോൾ അതോടെ തന്നെ നമുക്ക് റഫീഞ്ഞനെ സ്വാഭാവികമായിട്ടും ആ ഒരു നമ്പർ 10 റോളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആ നമ്പർ 10 റോളിൽ റഫീഞ്ഞ കളിക്കുമ്പോൾ എനിക്ക് അത് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ റഫീഞ്ഞ ജസ്റ്റ് ഒരു നമ്പർ 10 ആയിട്ടൊന്നുമല്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ വിങ്ങറെ ഓപ്പണൻസ് ഡബിൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിക്കാൻ ആ വിങ്ങിലേക്ക് റഫീഞ്ഞക്ക് മൂവ് ചെയ്തിട്ട് പ്ലേയേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ട് പൊട്ടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ പല തവണ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ലെഫ്റ്റിലാണ് പലപ്പോഴും റഫീഞ്ഞ സ്റ്റാർട്ട് ചെയ്യാറുള്ളതെങ്കിൽ പോലും ആ ഒരു ലെഫ്റ്റ് വൈഡ് ഏരിയ ബാൾഡെ എടുത്തിട്ട് റഫീഞ്ഞ സെൻറ്ററിലേക്ക് പോകുന്നു. ജസ്റ്റ് സെൻറ്ററിലേക്ക് പോലെ പല സമയത്തും യമാലിൻ്റെ കൂടെ പെയറപ്പ് ചെയ്തിട്ട് യമാലിനുള്ള ആ ഒരു ഡിഫൻസീവ് ലോക്ക് പൊട്ടിച്ചു കൊടുക്കാൻ ആൾ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അതാണ് ഇനിയിപ്പോൾ നമ്മുടെ ടീമിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഡീലാണ്. യമാലിനെ സംബന്ധിച്ചിടത്തോളം യമാലിൻ്റെ അടുത്തൊരു സുഹൃത്ത് വരുന്നു. സോ അവരുടെ പോസ്റ്റ്, അവരുടെ കാര്യങ്ങളൊക്കെ എന്തായാലും വൈബായിരിക്കും. പിന്നെ നമുക്ക് നമ്പർ 10 റോളിലേക്ക് റഫീഞ്ഞനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ നമ്പർ 10 റോളിലേക്ക് റഫീഞ്ഞ ഒരു പ്യൂർ നമ്പർ 10 അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് കൺസേൺസ് സ്വാഭാവികമായിട്ടും ഫാൻസിൻ്റെ മനസ്സിലിടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് അതെന്തായാലും ഫ്ലിക്കിന് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ പേടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലിക്ക് അത് സോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ആൾക്ക് റഫീഞ്ഞനെ അത്രയും അറിയാം. എങ്ങനെ റഫീഞ്ഞൻ്റെ കേപ്പബിലിറ്റി കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഫ്ലിക്ക്. സോ ആൾ കൃത്യമായിട്ട് യൂസ് ചെയ്തോളും. അല്ലെങ്കിൽ ഇനിയിപ്പം വേറെ എന്തെങ്കിലും നടക്കുമെന്ന് അറിയില്ല, നമ്പർ 10 വേറെ ആരെങ്കിലും കളിക്കുമോ അറിയില്ല. എനിവേ റഫീഞ്ഞ നമ്മുടെ ടീമിലുണ്ട്. റഫീഞ്ഞ എങ്ങോട്ടും പോകുന്നില്ല. ബെറ്റർ ആയിട്ട് ആരാണ് പെർഫോം ചെയ്യുന്നത് അവർ കളിക്കട്ടെ, നമുക്ക് റിസൾട്ട് കിട്ടട്ടെ. നിക്കോനെ പോലത്തെ ബിഗ് പ്ലേയേഴ്സ്, ബിഗ് ഗെയിം പ്ലേയേഴ്സ് നമ്മുടെ ടീമിലേക്ക് വരട്ടെ. നിക്കോ ഒരു യൂറോ കപ്പ് വിന്നറാണ്. ആ യൂറോ കപ്പിൽ എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് നിക്കോ. ടൂർണമെൻറ്റിൽ ബെസ്റ്റ് പ്ലെയർ അവാർഡ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു റോഡ്രിയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ ഫാബിയാൻ റൂയിസ് അല്ലെങ്കിൽ നിക്കോ വില്യംസ് എന്നാണ്. അതാണ്. നിക്കോ ഒരു ഹ്യൂജ് ടാലൻ്റ് ആണ്. നടന്നു കഴിഞ്ഞാൽ കിടിലൻ സൈനിങ് ആണ്. ഇനി ലെറ്റ്സ് സീ, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയും. നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.